ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പൊ ഇന്ന് മിസ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കുറച്ച് സീക്രട്സ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സീക്രട്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫ് തന്നെ മാറാൻ വേണ്ടി പോകുന്ന രീതിയിലേക്കുള്ള കുറച്ച് സീക്രട്സ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാ മിസ്സിന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു മീം, ഇത് മിക്കവാറും നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പൊ ഇത് നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ മൂവിയിലെ, നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന് പറഞ്ഞ മൂവിയിലുള്ള ഒരു മീമാണ്. അതിനകത്തുള്ള ഒരു അമ്മ കഥാപാത്രം രംഗണനെ വിളിച്ച് ചോദിക്കുന്നതാണ് അല്ലേ, മോൻ ഹാപ്പി അല്ലേ എന്നുള്ളത്. ആ മൂവിയിലെ തന്നെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനായിരുന്നു അത്. മക്കളെ, നമ്മുടെയൊക്കെ ലൈഫിൽ ഹാപ്പിനെസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഒരു ഹാപ്പിനെസ് അല്ലെ, ഏറ്റവും വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമേ ഈ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റൂ എന്നൊന്നുമില്ല. ചെറിയൊരു കാര്യം, നല്ലൊരു സൺറൈസ് കാണാം, നല്ലൊരു സൺസെറ്റ് കാണാം, നല്ലൊരു മഴ കൊള്ളുക അല്ലെ, ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക, ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ തീരെ എന്തോ ആലോചിച്ചിരിക്കുമ്പം ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക, ഇതൊക്കെ തന്നെ എന്താണ്, ഒരു സന്തോഷമാണ് അല്ലേ. സോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഹാപ്പിനെസ്സിനെ കുറിച്ച് പറയുമ്പോഴാണ് എന്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ, അതായത് ലോക മാനസികാരോഗ്യ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം അവിടെ വരുന്നത് കേട്ടോ. സോ എന്തിനാണ് ഈ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ഒക്കെ ഇങ്ങനെ കൊണ്ടാടുന്നത്? കാരണം നമ്മുടെ ലോകത്തിൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും തന്നെയും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് വളരെയധികം എന്താ പറയുക, അങ്ങനെ സഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ടെൻഷൻസിൻ്റെയും, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ആർക്കും നമ്മുടെ ലൈഫ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓരോരോ സമയത്ത് ഓരോരോ പ്രശ്നങ്ങളായിരിക്കാം ഉണ്ടാവുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ മെന്റൽ ഹെൽത്ത് വരുന്നത് കേട്ടോ. കുറെ കാലം മുന്നേ, അതായത് കുറച്ചു കാലം മുന്നേ വരെയും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ സാധാരണ നമുക്കൊരു പനി വരുമ്പം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും അല്ലെ, അത് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മാനസികമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിനൊരു വിഷമം തട്ടുന്ന സമയത്ത് അതിനൊരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് കുറച്ചു കാലം മുന്നേ വരെയും ആൾക്കാർ എന്താണ് ഒരു ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ടായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ UN പോലുള്ള സംഘടനകളൊക്കെ തന്നെ മെന്റൽ ഹെൽത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബോഡിയിലുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അതിനെ ഇത്രയും എന്താ പറയുക, ഹെൽത്തി ആക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് UN തീരുമാനിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ഡേയിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണ് ഈ ഒരു ദിവസം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഹാപ്പി ആക്കാനുള്ള, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള, ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടായിക്കോളുന്നില്ല, പക്ഷെ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള കുറച്ച് സീക്രട്സ് ആണ് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. യെസ്, സോ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ മനസ്സിനോട് ഭയങ്കര ജെന്റിൽ ആയിട്ടിരിക്കണം. നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കണം. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ളവരോടൊക്കെ അതേ ഒരു സ്നേഹം തോന്നുന്നത് കേട്ടോ. ദെൻ യെസ്, ഫോക്കസ് ഓൺ ഗുഡ് തിങ്സ്, ഓൾവേസ് ബി താങ്ക്ഫുൾ. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, എപ്പോഴും നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. നമുക്ക് എന്തൊക്കെ കയ്യിലുണ്ടോ അതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഇല്ലാത്തത് എന്ന് ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാളും എന്താ എനിക്ക് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ചിന്തിക്കുക. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് തുറന്ന് സംസാരിക്കുക എന്നുള്ളത്. മക്കളെ, മിസ് പറഞ്ഞല്ലോ, എല്ലാവർക്കും എല്ലാ ദിവസവും ഭയങ്കര ഹാപ്പി ഒന്നും ആയിരിക്കില്ല. ഭയങ്കര പ്രശ്നങ്ങളെല്ലാം, ഒരുപാട് ഇമോഷണലി ഭയങ്കര എന്താ പറയുക ടെൻഷൻസ് വരുന്ന ഇങ്ങനത്തെയൊക്കെ ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ ഭയങ്കര നോർമൽ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ ഒരു വിഷമം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാൻ മനസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുക. അത് നിങ്ങളുടെ അമ്മയോടാവാം, അച്ഛനോടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീച്ചറിനോടാകാം. ഇപ്പം എൻ്റെ അടുത്തൊക്കെ തന്നെ പേഴ്സണലി ഒരുപാട് കുട്ടികൾ വന്നിട്ട് അവരുടെ പല പല വിഷമങ്ങളും എൻ്റെ അടുത്ത്, മിസ് വെറുതെ പറഞ്ഞാലും മിസ്സിൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികളുടെ വിഷമങ്ങൾ പറയാറുണ്ട്. അപ്പൊ മിസ്സിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നൊന്നുമില്ല. എന്നാലും ആ ഒരു കുട്ടി ആ ഒരു പ്രശ്നം പറയുന്ന സമയത്ത് അത് മിസ് കേട്ടിരിക്കാറുണ്ട് അല്ലെ. എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിനെ നോക്കി ആക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ തന്നെ മിസ് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു അഡോളസൻസ് പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദ ഏജ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്നാ പറയുക. അതായത് ഭയങ്കര ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ട അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ മനസ്സുണ്ടാവുക. സോ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ നിങ്ങൾക്ക്
വിശ്വാസമുള്ള എൽഡേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്ത് സംസാരിക്കാൻ വേണ്ടി, തുറന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന, അല്ലെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന വേറൊരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഡയറി എൻട്രി ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നില്ലേ, അതേപോലെ തന്നെ ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഡേയിൽ നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ നിങ്ങൾക്ക് അതിനെ നിങ്ങളുടേതായ ഒരു രീതിയിൽ എഴുതി വെക്കുക. അതിനെ വേണമെങ്കിൽ ചിത്രങ്ങളാക്കി വരച്ച് വെക്കാം, സ്റ്റിക്കേഴ്സ് ആയിട്ട് ഒട്ടിച്ച് വെക്കാം, ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഫോട്ടോസ് ഒട്ടിച്ച് വെക്കാം. ഇങ്ങനെ ഒരു ഭയങ്കര രസമുള്ള ഒരു ബുക്കാക്കി എടുക്കുക. അതിനാണ് നമ്മൾ ജേർണലിംഗ് എന്ന് പറയുക. ആ ഒരു ദിവസത്തിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെയൊക്കെ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ ജേർണലിംഗ് എന്ന് പറയാം. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും കഴിയും കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ അല്ലേ. നമ്മൾ ഓരോ നേരവും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പല പല കാഴ്ചകളാണ് കാണുന്നത്. അപ്പം നമുക്ക് പല പല തോട്ട്സ് ആണ് നമ്മുടെ ഉള്ളിൽ വരിക അല്ലേ. അപ്പം ഞാൻ ശരിക്കും ഇപ്പം ഈ അടുത്ത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറയുന്നതായിട്ട് ഇപ്പം സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. കാരണം വെച്ചാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പം ഇപ്പം കൂടുതൽ നമ്മൾ റീൽസ് കാണുന്നുണ്ട് അല്ലേ. ഈ റീൽസിനെ തന്നെ 2x സ്പീഡിലിട്ട് ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടല്ലോ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യാണ് ഈ സോഷ്യൽ മീഡിയ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് കാണുന്ന എല്ലാ കാഴ്ചകളും റിയൽ അല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. കാരണം എല്ലാവരും അവരവരുടെ ലൈഫിൻ്റെ ഏറ്റവും നല്ല പാർട്ട് മാത്രമായിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് കണ്ടിട്ട് അവരുടെ ലൈഫിൽ എപ്പോഴും സന്തോഷം മാത്രമാണല്ലോ ഉള്ളത്, എൻ്റെ ലൈഫിലും ഇങ്ങനെ ഇല്ലല്ലോ എന്നുള്ള ആ ഒരു കാര്യം ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള നല്ല നല്ല കാര്യങ്ങൾ കാണുക, അത് മനസ്സിലേക്ക് എടുക്കുക. മോശമായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിന് മേലെ ഓവറായിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കുക, അത് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ ഒരു ഫീഡ് ക്ലീൻ ആക്കി കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് അത് ഒരുപാട് സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ ഹെൽത്തി മൈൻഡ് ലിവ്സ് ഇൻ എ ഹെൽത്തി ബോഡി എന്ന് പറയാം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്നത്? നല്ലപോലെ ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. അതേപോലെ നല്ല ഭക്ഷണം കഴിക്കുക എന്നാൽ ഒരുപാട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള നല്ല ഫുഡ് നമ്മൾ കഴിക്കുക. അതേപോലെ തന്നെ ഉറങ്ങുക. എല്ലാ ദിവസവും നിങ്ങൾ മിനിമം ഒരു 6 to 7 hours, 8 hours ആണ് ഹെൽത്തി ആയിട്ട് പറയുന്നത്. എന്നാലും ഈ ഒരു 6 to 7 hours എങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുള്ള ഉറപ്പാക്കുക. നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകും. മിസ് പറഞ്ഞില്ലേ, ഇപ്പം എല്ലാ ദിവസവും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിക്കൊള്ളുന്നില്ല. ആ സമയത്ത് നമ്മളെ ചെയർ ചെയ്യുന്ന, നമുക്കൊരു ചെയർ ലീഡർ ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക. പിന്നെന്താ, നിങ്ങളും ഇതേപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും ഒരു ചെയർ ലീഡർ ആണെന്നുള്ളതും കൂടെ ഉറപ്പാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നമുക്ക് മാത്രമല്ലല്ലോ അല്ലേ ഇതെല്ലാം വേണ്ടത്. നമ്മളുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബ്രദറോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഉണ്ടെന്നാണെങ്കിൽ അവർക്കും ഇതൊക്കെ അത്യാവശ്യമാണ്. സോ അവരുടെ ഒരു ചെയർ ലീഡറായിട്ട് നമുക്കും വർക്ക് ചെയ്യാം. നമുക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ആൻഡ് ഇതേപോലെ തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അതായത് അല്ലേ, ഇപ്പം അയ്യോ അവർക്ക് കുറേ മാർക്ക് കൂടുതലുണ്ട്, അപ്പം ഞാൻ മോശമായതുകൊണ്ടായിരിക്കും, എനിക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നുള്ള വെറുതെ അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺസിലേക്ക് പോവാതിരിക്കുക. മിസ് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, ഇപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും നല്ല കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് കണ്ടിട്ട് അയ്യോ അവർക്ക് എന്നും സന്തോഷമാണല്ലോ, എനിക്ക് സന്തോഷമില്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്ക് ഓരോരോ സമയം വരും അല്ലെ. നമുക്കറിയില്ലേ, നല്ല സമയവും ഉണ്ടാവും, ചീത്ത സമയവും ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു നേരമുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള നല്ല കാര്യങ്ങൾ വരും എന്നുള്ളത് തന്നെ ചിന്തിക്കുക. ഒരു കാരണവശാലും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആവുകയാണ് ചെയ്യുക, ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും അതേപോലെ തന്നെ മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്യുകയും ചെയ്യേണ്ട, അവരോട് മത്സരിക്കുകയും ചെയ്യേണ്ട. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുമായിട്ട് തന്നെയാണ്. ലൈക്ക് മേക്ക് യുവർ സെൽഫ് ബെറ്റർ എവറി ഡേ. ഓരോ ദിവസവും നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ ഒരു ബെറ്റർ വേർഷൻ ആവുക എന്നുള്ളത് നോക്കാനാണ് കേട്ടോ. നമ്മളല്ലേ കഴിഞ്ഞ ഒരു ആഴ്ച ഞാൻ ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തു, അതേ കാര്യം പിന്നെയും നമ്മൾ ആവർത്തിക്കുകയാണെന്നെങ്കിൽ അവിടെയാണ് ഒരു പ്രശ്നമുള്ളത് അല്ലേ. നേരെ മറിച്ച് അതൊരു തെറ്റാന്ന് മനസ്സിലാക്കി ഇനി അത് ചെയ്യാതെ നല്ല രീതിയിൽ അതിനെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളൊരു ബെറ്റർ വേർഷൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സക്സീഡ് ചെയ്യുകയാണ്, നിങ്ങൾ സക്സസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും ഈ കമ്പാരിസണിന് പോവാതെ
എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ അല്ലെ ബെറ്റർ ആക്കുക. നമ്മളൊരു പെൻസിൽ ആണെങ്കിൽ ആ പെൻസിലിന് നമ്മൾ ഷാർപ്നർ ഉപയോഗിച്ചില്ലേ, പെൻസിലിന്റെ ഒരു എന്താ പറയാ കൂർപ്പ് അല്ലെങ്കിൽ അതിന്റെ മൊന പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും നമ്മൾ അതിനൊരു ഷാർപ്നർ യൂസ് ചെയ്ത് കൂർപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക അല്ലേ? അതേപോലെ തന്നെ നമുക്കൊരു പ്രശ്നം പറ്റുന്ന സമയത്ത് അതിനെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതെ നമ്മൾ തന്നെ എന്ത് ചെയ്യുക? അതിനൊന്ന് ഷാർപ്പൻ ചെയ്തെടുക്കുക, അതിനെ നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഓൾസോ അതിന് ഹെൽപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനെയോ പേരൻസിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരുടെങ്കിലും ഒരാളുടെ ഹെൽപ്പും കൂടെ നിങ്ങൾക്ക് സീക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് മിസ്സിന് ഇന്ന് ഈ ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുക, എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടി കഴിയില്ല, പക്ഷെ എന്ത് ചെയ്യരുത്, നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഇങ്ങനെ കൂട്ടി ആകെ ഒരു എന്താ പറയുക കെട്ടുപാടാക്കി വെക്കാൻ നോക്കരുത്. അത് ലെറ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, കുറേയൊക്കെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക, കുറച്ച് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, വിടുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് വിശ്വാസമുള്ളവർക്ക് നമ്മളത് സംസാരിക്കുക അല്ലെ, ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഹാപ്പി ആവൂ എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക. ഏറ്റവും കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ഹാപ്പി ആവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മിസ്സിൻ്റെ അടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ മിസ്സിന് മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മനസ്സുണ്ടാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് മിസ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്.